അതായത് ജനങ്ങൾക്ക് ആവശ്യമുള്ള ഒരാളെ മുഖ്യമന്ത്രിയായിട്ട് കിട്ടണം. അത് കിട്ടിയില്ലെങ്കിൽ നിങ്ങളുടെ തീരുമാനമായിട്ടാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ഇതല്ല ഇതിനപ്പുറവും ചാടിക്കടന്നവനാണ് കെ ജോസഫ് എന്ന് പറയുന്ന പോലെ. കഴിഞ്ഞ ദിവസം നമ്മുടെ മാത്യു കുഴൽനാടൻ സാറിൻ്റെ ഒരു വീഡിയോ പ്രചരിച്ചിട്ടുണ്ടായിരുന്നു. അതായത് പുള്ളി നന്ദി പ്രകടനം നടത്തുന്ന സമയത്ത് ഒരുപാട് പ്രവർത്തകർ വന്നിട്ട് പുള്ളിനെ തടയുന്നു എന്നുള്ള രീതിയിൽ അതിനെക്കുറിച്ചൊരു വിശദീകരണ വീഡിയോ ശ്രീ മാത്യു കുഴൽനാടൻ ഇട്ടിട്ടുണ്ട്. അതൊന്ന് കേട്ടു നോക്കി. നമസ്കാരം പ്രിയമുള്ളവർ, ചെറിയ ആത്മസംഘർഷത്തോടു കൂടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇന്ന് രാവിലെ മുതൽ പല ഭാഗങ്ങളിൽ നിന്നും, ഡൽഹിയിൽ നിന്നും ബാംഗ്ലൂരിൽ നിന്നും ബോംബെയിൽ നിന്നൊക്കെ എന്നെ പലരും വിളിച്ച് എന്താണ് മണ്ഡലത്തിൽ സംഭവിച്ചത്, നന്ദി പര്യടന സമയത്ത് പ്രവർത്തകരുടെ ഇടയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായോ എന്നൊക്കെ ചോദിക്കുകയുണ്ടായി. ഇന്നലെ രാത്രി മുതൽ ഒരു വീഡിയോ ഇങ്ങനെ പ്രചരിപ്പിക്കുന്നത് കണ്ടു. ഞാൻ നന്ദി പര്യടനം നടത്തുമ്പോൾ മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കങ്ങളുടെ പേരിൽ പ്രവർത്തകർ തടഞ്ഞു എന്ന പേരിൽ ഞാൻ പിന്നീട് പരിശോധിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്, തെരഞ്ഞെടുപ്പ് പര്യടന സമയത്ത് ലീഗിലെ ഒരു വിമതൻ ജയിച്ചിരുന്ന സ്ഥലത്തെത്തിയപ്പോൾ അയാൾ നൽകുന്ന സ്വീകരണവുമായി ബന്ധപ്പെട്ട് ലീഗിലെ പ്രവർത്തകർ തമ്മിലുണ്ടായ ചെറിയ ഒരു വാക്ക് തർക്കം ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങി പരിഹരിച്ച് ഞങ്ങളുടെ പര്യടനവുമായി മുന്നോട്ട് പോയ ആ സംഭവത്തിന്റെ വീഡിയോ ഇപ്പോഴെടുത്തിട്ട് ഇത് നന്ദി പര്യടനത്തിലെ സംഭവമാണ് എന്ന് പറഞ്ഞ് ഏതോ കേന്ദ്രങ്ങളിൽ നിന്നും ഇതുപോലെ പ്രചരിപ്പിക്കുകയാണ്. എൻ്റെ മാത്യു കുഴൽനാടൻ സാറ് പറഞ്ഞാൽ ഞങ്ങൾക്ക് വിശ്വാസമായി. പക്ഷേ ഇതൊന്നുമല്ല പ്രശ്നം. ഇതിങ്ങനെ ഒരു വീഡിയോ പ്രചരിപ്പിക്കാൻ ഉണ്ടായ ഒരു സാഹചര്യം എന്താണെന്ന് സാറിന് മനസ്സിലായല്ലോ. അതായത് ജനങ്ങൾക്ക് താല്പര്യമുള്ള ഒരു വിഷയത്തിൽ സാറ് ജനങ്ങളുടെ താല്പര്യം മനസ്സിലാക്കിയതിന് ശേഷവും ആ താല്പര്യത്തിനെതിരായി ഒരുപാട് കാര്യങ്ങൾ പുറത്തു പറഞ്ഞു. വോട്ട് കിട്ടാൻ വേണ്ടി ഒരു മുഖവും വോട്ട് കിട്ടിക്കഴിയുമ്പോൾ വേറൊരു മുഖവും എന്നുള്ള രീതിയിൽ പെരുമാറുമ്പോൾ തോൽപ്പിക്കുക എന്നുള്ളത് ജനങ്ങൾ ഒന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ, അതിപ്പോൾ പാർട്ടി പ്രവർത്തകർക്ക് മാത്രമല്ലല്ലോ എന്തെങ്കിലും ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അത് നടപ്പാക്കണം എന്ന് തോന്നുന്നത് സാധാരണ ജനങ്ങൾക്കും തോന്നും. അപ്പോൾ പാർട്ടി പ്രവർത്തകരാണോ അല്ലെങ്കിൽ എതിരാളികളാണോ സ്വന്തം പാർട്ടിക്കാരാണോ അല്ലെങ്കിൽ സാധാരണ ജനങ്ങളാണോ ആരോ ഒരാൾ ഈ പ്രചരണത്തിനിടയിൽ സംഭവിച്ച ഈ പ്രശ്നം കുത്തിപ്പൊക്കി കൊണ്ടുവന്നു എന്നാണ് സാർ പറഞ്ഞത്. അതായിക്കോട്ടെ, പക്ഷെ എന്തിനു കൊണ്ടുവന്നു? സാറിനെ മോശക്കാരനാക്കാൻ. അതെന്തിനു വേണ്ടി? ഇപ്പം എനിക്ക് നിങ്ങളോടൊരു സ്നേഹം ഉണ്ടായിരുന്നു. കാരണം നിങ്ങൾ വളരെ നട്ടലോടുകൂടി പല കാര്യങ്ങളും അസംബ്ലിയിൽ എഴുന്നേറ്റ് നിന്ന് ആരുടെ മുഖത്ത് നോക്കിയും തെളിവ് സഹിതം നിങ്ങൾ പഠിച്ച് മനസ്സിലാക്കി കൃത്യമായിട്ട് നിങ്ങൾ പറഞ്ഞ് അത് അവതരിപ്പിക്കുന്ന ഒരു രീതിയുണ്ടല്ലോ, എനിക്കത് ഇഷ്ടമാണ്. പക്ഷേ ഞങ്ങൾ ഭൂരിഭാഗം ജനങ്ങൾക്ക് ഉള്ള ഒരു താല്പര്യം അറിയാമല്ലോ. ഇപ്പോൾ കുറേ ദിവസമായിട്ട് ഇവിടെ നടക്കുന്ന ഒരു പ്രശ്നം, ഈ കേരളത്തിൽ ഇതുവരെ തീരുമാനം എടുക്കാൻ പറ്റാത്ത നിങ്ങളുടെ ഹൈക്കമാൻഡ് ഭൂരിഭാഗം ജനങ്ങളുടെ താല്പര്യം നിങ്ങൾക്ക് മനസ്സിലായതിനു ശേഷവും ആ താല്പര്യം പറയുന്ന ഏത് പ്രവർത്തകരെയായാലും നിങ്ങളുടെ ശത്രുക്കളെ പോലെ കണ്ട് ഒരു പരിഹാസ രൂപേണ അത് അവതരിപ്പിക്കുമ്പോൾ ഞങ്ങൾ ജനങ്ങൾക്കും അത് ഇഷ്ടപ്പെടില്ലല്ലോ. ഇപ്പോൾ പാർട്ടിക്കാർക്ക് മാത്രമല്ലല്ലോ ഈ അജണ്ട ഉണ്ടാകുക. സാധാരണ ജനങ്ങളും ഒരു അജണ്ട തീരുമാനിച്ചാൽ അത് നടപ്പിലാക്കാൻ ഏത് വിധേനയും ശ്രമിക്കുമല്ലോ. നമ്മൾ പറയാറില്ലേ, ലക്ഷ്യമാണ് പ്രധാനം, മാർഗമല്ല എന്ന് പറയും. അപ്പോൾ പല നുണകളും ചിലപ്പോൾ പറഞ്ഞു വരും. അതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള, അതായത് ജനങ്ങൾക്ക് ആവശ്യമുള്ള ഒരാളെ മുഖ്യമന്ത്രിയായിട്ട് കിട്ടണം. അത് കിട്ടിയില്ലെങ്കിൽ നിങ്ങളുടെ തീരുമാനമായിട്ടാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ഇതല്ല ഇതിനപ്പുറവും ചാടിക്കടന്നവനാണ് കെ ജോസഫ് എന്ന് പറയുന്ന പോലെ ജനങ്ങൾ ഇറങ്ങും, പാർട്ടിക്കാർ മാത്രമല്ല. ഈ മുഖ്യമന്ത്രി ചർച്ച തുടങ്ങിയ സമയം മുതൽ കോൺഗ്രസിനെയും കോൺഗ്രസിന്റെ നേതാക്കളെയും MLA-മാരെയും ഒക്കെ ഇകഴ്ത്തി കാണിക്കാൻ ആസൂത്രിതമായ ഒരു ശ്രമം നടക്കുന്നു. ഇതെന്തിനു വേണ്ടി നടക്കുന്നു? ഇത് സ്വാഭാവികമായിട്ടും ഇത് പാർട്ടിയെയും നമ്മുടെ പ്രവർത്തകരെ എല്ലാം ദുർബലപ്പെടുത്തും എന്നതെല്ലാവരും തിരിച്ചറിയണം. അതിനേക്കാൾ ഉപരി കഴിഞ്ഞ ദിവസം ഞാൻ നടത്തിയ ഒരു പരാമർശം ഇന്നലെയാണ് ഞാൻ അത്രയേറെ ഗൗരവത്തിൽ അതെന്റെ ശ്രദ്ധയിൽ ഏതാനും ലീഗ് നേതാക്കന്മാർ കൊണ്ടുവന്നത്. അങ്ങനെയൊന്നുമല്ലല്ലോ പറയേണ്ടത്. ഓരോന്നിനും മര്യാദയില്ലേ? നിങ്ങളൊരു നേർവഴിയിൽ ചിന്തിക്കുന്ന ഒരാളാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പോഴും അതിന് മാറ്റം സംഭവിച്ചിട്ടില്ല. പക്ഷേ ജനങ്ങളുടെ താല്പര്യം മനസ്സിലാക്കാതെ നിങ്ങൾ എന്തെങ്കിലും ഇനി ഞങ്ങൾ തീരുമാനിക്കാം. നിങ്ങൾക്കറിയാലോ മാത്യു കുഴൽനാടൻ സാറേ, ഈ LDF എന്തുകൊണ്ടാണ് പുറത്തിറങ്ങേണ്ടി വന്നത്? ഈ കടക്ക് പുറത്ത് വീട്ടിൽ പോയി ചോദിച്ചാൽ മതി എന്നൊക്കെ പറയുന്ന രീതിയിലുള്ളൊരു ധാർഷ്ട്യം അവരുടെ ലീഡറിന് വന്നപ്പോൾ അങ്ങനെ പോയാൽ ശരിയാവില്ലല്ലോ എന്ന് ജനങ്ങളും തീരുമാനിച്ചു. അപ്പോൾ അതുപോലെ ധാർഷ്ട്യം കാണിക്കുന്നത് ഏത് പാർട്ടിക്കാരായാലും സാധാരണ ജനങ്ങൾക്കത് അതങ്ങോട്ട് വിഴുങ്ങാനായിട്ട് പറ്റില്ല.
അങ്ങനെയുള്ള ആൾക്കാരെ ഒന്നും ഇവിടെ വേണ്ട. ഇത് ആരുടെയും കുടുംബ സ്വത്തൊന്നും അല്ലല്ലോ ഈ കേരളം അല്ലെങ്കിൽ ഇന്ത്യ എന്നൊക്കെ പറയുന്നത്. വോട്ട് ചെയ്ത് ജയിപ്പിച്ചു എന്നുള്ളത് കൊണ്ട് ഇനി തീരുമാനങ്ങളെല്ലാം എടുക്കുന്നത് ഞങ്ങൾ മാത്രമായിരിക്കും എന്ന് പറയുന്നത് ശരിയാണോ? അല്ലാതെ ജനങ്ങൾ തെരഞ്ഞെടുത്ത ഒരാളെ വിട്ടു കഴിഞ്ഞാൽ പിന്നെ തീരുമാനിക്കുന്നത് മുഴുവൻ അയാളുടെ ഇഷ്ടങ്ങൾ മാത്രം തീരുമാനിച്ച് അയാളുടെ അഭിപ്രായങ്ങൾ മാത്രം പ്രാധാന്യം കൊടുത്ത് കാര്യങ്ങൾ നടത്താമെന്ന് പറഞ്ഞാൽ ശരിയാവോ? ഏതായാലും അങ്ങനെ ഒരു വീഡിയോ പ്രചരിച്ചു, അത് പലരും വിശ്വസിക്കുകയും ചെയ്തു. ഇപ്പം നിങ്ങളിട്ട വീഡിയോ എല്ലാവരും കാണണമെന്നില്ല, ഇപ്പം കണ്ടവർ മുഴുവൻ വിശ്വസിക്കണമെന്നുമില്ല.